So today we are going to see molar conductivity and the variation of conductivity and molar conductivity with the concentration. So we know conductivity and how to measure conductivity of an electrolyte using Wheatstone's bridge. Wheatstone's bridge ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിക്കുന്നു പറഞ്ഞു. കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചിട്ട് സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. ഈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ മൊളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഒരു ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് conductivity of different solutions of different electrolytes in the same solvent at a given temperature differ due to its charge and size of the ions. Therefore, it is very necessary to give an equation that involves concentration. The concentration involved in the equation അപ്പോൾ അവിടെ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ മൊളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടക്ടിവിറ്റി with respect to concentration ആയിട്ട് പറയാണ്. കണ്ടക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ. അതാണ് നമ്മൾ കണ്ടക്ടിവിറ്റി ബൈ സി എന്നുള്ളത് ഉദ്ദേശിച്ചത്. കണ്ടക്ടിവിറ്റി ബൈ സി, കാപ്പ ബൈ സി എന്ന് പറഞ്ഞത്. നമ്മൾ ലാംഡ എം ഉപയോഗിച്ചിട്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ലാംഡ എം ഈസിക്കൽ ടു കാപ്പ ബൈ സി. കാപ്പ ബൈ സി. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. മോൾ പെർ ലിറ്ററിൽ നമ്മൾ പറയും. മോൾ പെർ ലിറ്ററിൽ. മോൾ പെർ ലിറ്ററിൽ. ഓക്കെ. Actually, molar conductivity of a solution at a given temperature is the conductance of the volume V of solution containing 1 mole of electrolyte between two electrodes with the area of cross section A and unit length between the two conductors. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സൊല്യൂഷന്റെ വി വോള്യം സൊല്യൂഷന്റെ ഒരു പ്രത്യേക വോള്യം സൊല്യൂഷൻ, അതിൽ എത്ര മോൾ ഉണ്ട്? 1 മോൾ ഉണ്ട്. ആ വി വോള്യത്തിൽ 1 മോൾ ഉണ്ട്. ഈ 1 മോൾ ഉള്ള വി വോള്യം സൊല്യൂഷൻ 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. വി വോള്യം സൊല്യൂഷൻ നമ്മൾ രണ്ട് ഇലക്ട്രോഡിന്റെ ഇടയ്ക്ക് ആ ഇലക്ട്രോഡിന്റെ ഏരിയ എയും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ നമുക്കറിയാമല്ലോ, A/L എന്നുള്ളത് കൊടുത്ത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ conductance of a solution with volume V containing 1 mole electrolyte which is kept between two electrodes with the area A and the distance L. മനസ്സിലായല്ലോ? ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാപ്പ ബൈ സി ആണ്. അതിന് നമുക്ക് അതർവൈസ് വി ക്യാൻ റൈറ്റ് കാപ്പ ഇൻറ്റു A/L. kappa into A/L. ഓക്കെ. അപ്പൊ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ഡിസ്റ്റൻസും ആയതുകൊണ്ട് ലാംഡ എം ഈസിക്കൽ ടു കാപ്പ എന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, യൂണിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ വി എന്ന് കൊടുക്കണം. യൂണിറ്റ് വോള്യത്തിലുള്ള A/L എന്നുള്ളത് നമുക്ക് അത് അങ്ങനെ എഴുതേണ്ടി വരും. കാപ്പ ഇൻറ്റു വി എന്ന് എഴുതേണ്ടി വരും. ഇഫ് A ഈസിക്കൽ ടു 1, A ഈസിക്കൽ ടു വി ആണെങ്കിൽ L ഈസിക്കൽ ടു 1, അപ്പോൾ L ഈസിക്കൽ ടു 1, ലെങ്ത് 1 യൂണിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ എൻറ്റയർ വോള്യവും ആ ഏരിയയുടെ അകത്താണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ കാപ്പ ഇൻറ്റു വി എന്നും നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ. അപ്പോൾ സിംപിളി നിങ്ങളിത് പഠിക്കുക. അതിൻ്റെ ഡെഫിനിഷനായിട്ട് പഠിക്കേണ്ടത് ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി തന്നെയാണ്. എപ്പോഴാണ് അത് ഒരു പർട്ടിക്കുലർ വോള്യം വി സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷൻ ഈ ഏരിയയിലും ഡിസ്റ്റൻസിലും വെക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ടക്ടൻസ് ആണ്. അത്രയും ഓർത്താം. Okay, so it is the conductance of the solution having volume V kept between two electrodes with the area A and distance L. ഇതാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഇപ്പൊ യൂണിറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1, സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1, അല്ലെങ്കിൽ മീറ്ററിലാണെന്ന് വെച്ചാൽ സീമെൻ മീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. അപ്പൊ അതിന്റെ മറ്റുള്ള യൂണിറ്റുകളൊക്കെ മാറും എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സെന്റിമീറ്ററിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1000 കാപ്പ ബൈ സി ആയിട്ട് വരും. 1000 കാപ്പ ബൈ എം ആയിട്ട് വരും. മൊളാരിറ്റി ആയിട്ട് വരും. കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ പറയും. ഓക്കെ. 1000 കാപ്പ ബൈ എം എന്ന് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് നമ്മൾ ഇന്നലെ കുറച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ വാരിയേഷൻ ആണ് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്.
വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. ഇത് രണ്ടും വാരി ചെയ്യും. കണ്ടക്ടിവിറ്റി ആൾവേസ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കണ്ടക്ടിവിറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുക, എപ്പോഴും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക കോൺസെൻട്രേഷൻ അനുസരിച്ച്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. ഇത് രണ്ടും സെയിം ആണ്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക. ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ എന്ന് പറഞ്ഞാലും കോൺസെൻട്രേഷൻ കുറയുക. ഡയല്യൂട്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ? കൂടുതൽ സോൾവെന്റ് ഒഴിക്കുക, അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുക. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ടേം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇൻക്രീസ് അല്ലേ ഒന്ന് ഡിക്രീസ് അങ്ങനെ വിചാരിക്കരുത്. രണ്ടും ഒരേ സംഭവം, ഒരേ കൺസെപ്റ്റിനെ രണ്ട് ടേമിൽ പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ അത് സെയിം ആണ്, പ്രശ്നമാക്കണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഡയല്യൂഷൻ കൂട്ടുമ്പോൾ കണ്ടക്ടിവിറ്റി എപ്പോഴും കുറയുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിന്റെ കേസ് പറയുമ്പോൾ വി ഹാവ് 2 types ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് സ്ട്രോങ്. ഒരു സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോങ് ആണ്. അല്ല പാർഷ്യലി ഉള്ളൂ എങ്കിൽ അത് വീക്കാണ്. ദാറ്റ് പാർഷ്യലി ഡിസോസിയേറ്റ് വീക്ക്. അപ്പോൾ രണ്ട് തരം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. രണ്ട് കേസിലായാലും conductivity always decrease with the decrease in concentration. Okay, and that can be explained by the number of ions in unit volume. ഈ അയോണുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അയോണുകളാണ് ഇവിടെ കറണ്ട് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ദ നമ്പർ ഓഫ് അയോൺസ് that carries current in unit volume decreases. That is why conductivity decreases. ഇപ്പം എന്താ കാര്യം, എന്താ പറഞ്ഞതിന്റെ മീനിങ്? ഒറ്റ വാക്കിൽ നമ്മൾ ഒരു സെന്റൻസിൽ നമ്മൾ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. കണ്ടക്ടിവിറ്റി ഡിക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അങ്ങനെ നമുക്ക് പറയാം. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു സൊല്യൂഷനിൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെയുള്ള കണ്ടക്റ്റൻസ്. അതിൽ എത്ര അയോണുകൾ ഉണ്ട്? ഇലക്ട്രോലൈറ്റ് ആവുകൊണ്ട് അയോൺ ആണല്ലോ കറണ്ട് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എത്ര അയോണുകൾ ഉണ്ട്, ആ അയോണുകൾക്ക് അനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് കറണ്ട് ക്യാരി ചെയ്യും. റൈറ്റ്. ഇപ്പം നമ്മളെ കയ്യിൽ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലൊരു ബക്കറ്റ് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ബക്കറ്റ് വെള്ളമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 10 സോഡിയം അയോണും 10 ക്ലോറൈഡ് അയോണും ഉണ്ട്. ഇപ്പോൾ 20 അയോണുകൾ അതിലുണ്ട്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ക്യാരി കറണ്ട്. റൈറ്റ്. അപ്പോൾ ഈ 20 അയോൺ സോഡിയം ക്ലോറൈഡ് എന്തായിക്കോട്ടെ, ഞാൻ വെറുതെ ഒരു എണ്ണ വേണ്ട, 10 ആയിക്കോട്ടെ, വെറുതെ ഒരു എണ്ണത്തിന് പറഞ്ഞ 10 അയോണുകളുണ്ട്. ഈ 10 അയോണുകളാണ് നമ്മൾ അതിൽ കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ആ ബക്കറ്റ് വെള്ളമാണ് നമ്മുടെ യൂണിറ്റ് വോളിയം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ ഡബിളാക്കി. ആ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ വേറെ വലിയൊരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു, പിന്നെ ഒരു വെള്ളം ഒഴിച്ചു, ഈ ബക്കറ്റ് സൊല്യൂഷൻ ഒഴിച്ചു, പിന്നെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു, സാധാരണ വെള്ളം ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്തു. യഥാർത്ഥത്തിൽ 2 ബക്കറ്റ് വെള്ളമായി. അയോണുകളുടെ എണ്ണം 10 തന്നെയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബക്കറ്റ് സൊല്യൂഷൻ കണ്ട് എടുക്കുക. ഇപ്പൊ ഫലത്തിൽ എന്തായി? അതിൽ 5 അയോണുകളെ ഉണ്ടാവാൻ വഴിയുള്ളൂ, എണ്ണം കുറഞ്ഞു. മൊത്തം സൊല്യൂഷൻ അല്ല എടുക്കുന്നത്, യൂണിറ്റ് വോളിയം. നമ്മളെ യൂണിറ്റ് വോളിയം ആ ഒരു ബക്കറ്റ് തന്നെയായിരുന്നു. അത് നിങ്ങൾ കപ്പിൽ പറയാം, അല്ലെങ്കിൽ മില്ലിയിൽ പറയാം, ടെസ്റ്റ് ട്യൂബിൽ പറയാം, അല്ലെങ്കിൽ 1 മില്ലി ലിറ്ററിനോ 1 ലിറ്ററിനൊക്കെ പറയാം. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഡയലൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മളൊരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞിരിക്കും. അപ്പോൾ കറണ്ട് ക്യാരി ചെയ്യാനുള്ള കഴിവും കുറഞ്ഞിരിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റിയും കുറഞ്ഞിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി അല്ല, കണ്ടക്ടിവിറ്റിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ ഓർ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ് കണ്ടക്ടിവിറ്റി. അതാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. അത്രേ ഉള്ളൂ മീനിങ്. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്ടൻസ് കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. അതാണ് യൂണിറ്റ് വോളിയം ആണ്. അവിടെ വോളിയം യൂണിറ്റ് വോളിയത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഹോൾ വോളിയത്തിലല്ല നമ്മൾ എടുക്കുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹോൾ വോളിയത്തിലല്ല.
എത്ര ഡയല്യൂട്ട് ചെയ്താലും ആ ഡയല്യൂട്ട് ചെയ്ത മൊത്തം സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി അല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയല്ല പറയാം. സോ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് 1 യൂണിറ്റ് വോള്യം. Conductance of 1 unit volume kept between 2 electrodes with a unit area and unit length. അതൊക്കെ നമ്മൾ ആ കണ്ടക്ടിവിറ്റി സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. യൂണിറ്റ് ഏരിയ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സെല്ലിലാണ് നമ്മൾ എടുത്തതെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഓഫ് യൂണിറ്റ് വോള്യം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടതാണ്. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു എ ബൈ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ. എ ബൈ എൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എന്താ, കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി എന്ന് വരും. ജി ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു എ ബൈ എൽ, ജി ഈസ് ഈക്വൽ ടു കാപ്പ. അതെപ്പോഴും ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ അത് യൂണിറ്റി ആയതുകൊണ്ടാണ് എ ബൈ എൽ എപ്പോഴും 1 ആയിട്ട് വരുന്നത്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചു കേട്ടോ. എന്താ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോള്യം ഓഫ് സൊല്യൂഷൻ. അത്രയെങ്കിലും ഓർത്തിരിക്കും, കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോള്യം ഓഫ് സൊല്യൂഷൻ. ഇനി മോളാർ കണ്ടക്ടിവിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താ അതൊന്നും തമ്മിൽ വ്യത്യാസം? ഇവിടെ യൂണിറ്റ് വോള്യം അല്ല പറഞ്ഞത്. ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് ദ വോള്യം വി. കണ്ടക്ടൻസ് ഓഫ് ദ സൊല്യൂഷൻ വോള്യം വി ദാറ്റ് കണ്ടെയ്നിങ് 1 mole ഇലക്ട്രോലൈറ്റ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇതാ. നേരത്തെ യൂണിറ്റ് വോള്യം എന്ന് പറയുന്നിടത്ത് ഇവിടെ നമ്മൾ എഴുതിയ ആ ടോട്ടൽ വോള്യമാണ്, വി ആണ്. ആ വിയിൽ എത്ര ഉണ്ട്? 1 mole. ഇതേ രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലാംഡ എം ഈസിക്കൽ ടു കെ ഇൻറ്റു വി എന്ന് എഴുതിയത്. അല്ലെങ്കിൽ ലാംഡ എം ഈസിക്കൽ ടു കെ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ അത് പോരാ, യൂണിറ്റ് വോള്യം അല്ല. യൂണിറ്റ് വോള്യം ആകുമ്പോൾ വി എന്ന് പറയുന്നത് 1 ആയി മാറും. വോള്യം യൂണിറ്റി അല്ലേ, ഇപ്പോൾ വി ഈസിക്കൽ ടു 1 ആവും. അപ്പോൾ കെ ഇൻറ്റു 1 കെ മാത്രം, കാപ്പ ഇൻറ്റു 1 കാപ്പ മാത്രമായിട്ട് മാറും. ഇവിടെ അതല്ല, ഇവിടെ വോള്യം ടോട്ടൽ വോള്യം ആണ് പറയുന്നത്. അപ്പോൾ കണ്ടക്ടൻസ് ഓഫ് ദി ടോട്ടൽ വോള്യം വി ആണ് അത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഈ രണ്ടും പഠിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റി പഠിക്കണം. കണ്ടക്ടൻസ് ഫോർ യൂണിറ്റ് വോള്യം, മോളാർ കണ്ടക്ടൻസ് ഫോർ ദ വോള്യം, ആ ടോട്ടൽ വോള്യം ദാറ്റ് കണ്ടെയ്നിങ് 1 mole. അതിൽ 1 mole ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ടും വ്യത്യാസം മനസ്സിലായാലേ ഈ വേരിയേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനി ഹൗ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി അങ്ങനെയല്ല. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. അതിന് കാരണം വോള്യം കൂടുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദ ടോട്ടൽ വോള്യം ഇൻക്രീസസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ 1 ബക്കറ്റാണ് സൊല്യൂഷൻ എടുത്തത്, എന്നിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ 2 ബക്കറ്റായി. അപ്പോൾ വോള്യം കൂടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നോക്കൂ, നമ്മൾ കണ്ടതാണ്. ഏത്? നമ്മൾ ഇക്വേഷനിൽ ലാംഡ എം ഈസിക്കൽ ടു കാപ്പ ഇൻറ്റു വി എന്ന് കണ്ടതല്ലേ. അപ്പോൾ അതിൽ വി വോള്യം എന്ന് പറയുന്ന വി ടേം കൂടുമ്പോൾ കാപ്പ ഇൻറ്റു വി ടേം കൂടില്ലേ. അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ ലാംഡ എം എന്നുള്ള വാല്യൂ കൂടുമല്ലോ. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് എന്ന് പറഞ്ഞത്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്യാൻ കൂടുതൽ സോൾവെന്റ് ആഡ് ചെയ്തു നടത്തും. അപ്പോൾ വോള്യം കൂടി നടത്തും. മീഡിയം കൂടിയിട്ടുണ്ട്. നമ്മൾ ആ മീഡിയം ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്ത മീഡിയം, അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ വോള്യം കൂടിയിട്ടുണ്ട്. സോ വി ഇൻക്രീസസ്, ലാംഡ എം ഇൻക്രീസസ്, ബിക്കോസ് ലാംഡ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വി. സോ ആസ് വി ഇൻക്രീസസ്, lambda m increases. അതാണ് എൻ്റെ പ്രത്യേകത. So lambda m can be defined as the conductance of the electrolytic solution kept between the electrodes of a conductivity cell at unit distance but having area of cross section large enough to accommodate sufficient volume. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ നമ്മൾ വോള്യം ഇൻക്രീസ്, 1 ബക്കറ്റ് സൊല്യൂഷൻ എടുത്തു, അത് നമ്മൾ 2 ബക്കറ്റ് സൊല്യൂഷൻ എടുത്തു. ഇതെല്ലാം എങ്ങനെയായി കണ്ടക്ടിവിറ്റി സെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല. ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ ഇലക്ട്രോഡുകളുടെ ഏരിയ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കയ്യിൽ എത്ര സൊല്യൂഷൻ ഉണ്ടോ, എത്ര വോള്യം സൊല്യൂഷൻ ഉണ്ടോ, അത്രയും വോള്യം സൊല്യൂഷനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഏരിയ വേണം. മൊത്തം സൊല്യൂഷൻ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം. എന്നാലേ ഈ സൊല്യൂഷനിലുള്ള, ഇത്രയും വോള്യം സൊല്യൂഷനിലുള്ള അയോണുകളുടെ കണ്ടക്ടിവിറ്റി മൊത്തം നമുക്ക് കിട്ടും. നമുക്ക് യൂണിറ്റ് വോള്യത്തിലുള്ള കണ്ടക്ടിവിറ്റി കിട്ടിയാൽ പോരാ. അതാണ് പറഞ്ഞതിന്റെ കാരണം. സോ ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ കെപ്റ്റ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ having area cross section enough to accommodate the whole volume. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സൊല്യൂഷൻ നിങ്ങൾ എത്ര വോള്യം എടുത്തുവോ ആ വോള്യത്തിൽ മൊത്തമുള്ള കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. എന്നാൽ നിങ്ങൾ എടുത്ത സൊല്യൂഷൻ എത്രയാണോ അതിൽ നിന്ന് നിങ്ങൾ ഒരു യൂണിറ്റ് വോള്യം മാത്രം എടുക്കുക. 1 milliliter എടുക്കുക, അല്ലെങ്കിൽ 2 milliliter, എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ യൂണിറ്റ് വോള്യം എത്രയാണ് നമ്മൾ യൂണിറ്റ് പറഞ്ഞുള്ളത്. ആ യൂണിറ്റ് വോള്യത്തിലുള്ള കണ്ടക്ടിവിറ്റി എത്രയാണോ അതാണ് സാധാരണ കണ്ടക്ടിവിറ്റി ആയിട്ട് പറയുന്നത്.
അപ്പോൾ സാധാരണ കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ ഒരു സാമ്പിൾ കണ്ടക്ടിവിറ്റിയാണ്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു സാമ്പിൾ കണ്ടക്ടിവിറ്റി, ഒരു ഇത്തിരി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാണ്. മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ മൊത്തം സൊല്യൂഷൻ ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യാണ് എന്ന് വിചാരിച്ചാൽ മതി, സിമ്പിളായിട്ട് വിചാരിച്ചാൽ മനസ്സിലായി. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്രയും വലിയ സെല്ലൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ലാംഡ എം ഈസിക്കൽ ടു കാപ്പ ഇൻറ്റു വി. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ മോളാർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ലാംഡ എമ്മിൻ്റെ ആ ഒരു ഗ്രാഫ് നമ്മളിവിടെ നോക്കുകയാണ്. ലാംഡ എം എഗൻസ്റ്റ് സ്ക്വയർ റൂട്ട് കോൺസെൻട്രേഷൻ, ലാംഡ എം എഗൻസ്റ്റ് സ്ക്വയർ റൂട്ട് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ റേസ് ടു 1/2 എന്ന് എഴുതിയ സ്ക്വയർ റൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, രണ്ട് ടൈപ്പ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ സൊല്യൂഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്നാൽ ദാറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ സൊല്യൂഷൻ. ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അതിന്റെ രണ്ടിന്റെയും ഗ്രാഫാണ് നമ്മളിവിടെ കൊടുത്തുള്ളത്. രണ്ടും കൂടി ഒന്നിൽ വരച്ചാട്ടോ. KCl എന്നുള്ളത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. CH3COH അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ അതിൽ കാണുന്നത്. ഓക്കെ, ആ ഗ്രാഫ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൽ എവിടുന്ന് എങ്ങോട്ടാണ് ഡൈല്യൂഷൻ, എവിടുന്ന് എങ്ങോട്ടാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ y ആക്സിസിലാണ് നമ്മൾ മൊളാർ കണ്ടക്ടിവിറ്റി സീമെൻസ് സെന്റിമീറ്റർ മോൾ റേസ് ടു -1 ലാംഡ എം. ഓക്കെ, അത് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന രൂപത്തിൽ. കോൺസെൻട്രേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ആ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിക്രീസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ 0.2 0.4 എന്ന് എഴുതിയ കണ്ടില്ലേ? അപ്പോൾ മനസ്സിലാവുമല്ലോ എവിടേക്കാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത് വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ്, 0-ലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാലും അങ്ങോട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഓർക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് വലതുവശത്ത് നിന്ന് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അങ്ങനെ നേരെ ഇടത്തുനിന്ന് വലത്തേക്ക് വരയ്ക്കുന്ന പോലെ അല്ല ഇത് വരയ്ക്കേണ്ടത്, കാരണം ഇവിടെ ഡൈല്യൂട്ട് ചെയ്യാണ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വരയ്ക്കുന്നത്. ഈ രണ്ട് ഗ്രാഫിന് ഒരു ജനറൽ നേച്ചർ ഉള്ളത് അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺസെൻട്രേഷൻ ഇവിടെ നോക്കൂ, ഇപ്പോൾ വരയ്ക്കുന്നപ്പോൾ KCl എന്ന് എടുക്കുക, അത് രണ്ട് വേറെ നമ്മൾ പറയാം. ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയുകയാണ്. KCl എന്ന് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KClന്റെ ഈ റൈറ്റ് എൻഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്, അങ്ങോട്ട് പോകുന്നതോറും സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. സോ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. സിമിലർലി വീക്ക് ഇലക്ട്രോലൈറ്റ് നീല ഗ്രാഫ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ 0.4 അടുത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് 400 ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻ ബോത്ത് ദീസ് കേസസ് യു ക്യാൻ സീ ദാറ്റ് on dilution this increases, molar conductivity increases. മനസ്സിലായില്ലേ? അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, molar conductivity can be defined as the conductance of the electrolytic solution between two electrodes in between എന്താണ് unit distance. The electrodes between distance between these two electrodes is unit distance, but having sufficient area to accommodate the solution, large enough to accommodate that whole solution. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ഗ്രാഫായിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മാത്രം എടുത്ത് വെച്ച് നോക്കി. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് രണ്ട് ടൈപ്പിലാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് സ്ട്രോങ് പറയാം. അതാണ് വളരെ മിനിമം ആയിട്ടുള്ളത് എന്ന് പറയാം. അത് വല്ലാതെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ, വല്ലാതെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അത് സ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു മാത്രമേ. അതിനുവേണ്ടി നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദിസ് ഗ്രാഫ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ, ലാംഡ എം ഈസിക്കൽ ടു ലാംഡ എം 0 മൈനസ് a സ്ക്വയർ റൂട്ട് c. ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയും. ലാംഡ എം ഈസിക്കൽ ടു ലാംഡ എം 0 മൈനസ് a സ്ക്വയർ റൂട്ട് c. മനസ്സിലായില്ലേ? ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് വേണ്ടിയിട്ടാണ്, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. എന്താ ലാംഡ എം? അത് നമ്മളിവിടെ എഴുതിയത് തന്നെ, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ. ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലാംഡ എം ആയിട്ട് വരുന്നത്. ഓക്കെ, ലാംഡ എം 0 എന്താ? ലാംഡ എം 0 എന്ന് പറയുന്നത് ഈ ഗ്രാഫ് നേരെ അങ്ങോട്ട് വരച്ചപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ KClന്റെ ഗ്രാഫ് നോക്കുക, അത് സ്ട്രേറ്റ് ലൈൻ ആണല്ലോ. ആ സ്ട്രേറ്റ് ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 കോൺസെൻട്രേഷനിൽ മീറ്റ് ചെയ്യും. ആ 0 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് സിയുടെ 0 വാല്യൂ ഉണ്ടല്ലോ, ഒറിജിൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിസ്.
അപ്പോൾ ആ y ആക്സിസിൽ അങ്ങോട്ട് മീറ്റ് ചെയ്യും, അതായത് 0 കോൺസെൻട്രേഷനിൽ മീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ λm0 എന്ന് പറയും. മനസ്സിലായി? λm0 that is known as limiting molar conductivity. It is known as limiting molar conductivity. എന്താ പറയുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? വെൻ ദ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0, കോൺസെൻട്രേഷൻ 0 ആവുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സംശയം ഉണ്ടാവേണ്ടതാണ്. എപ്പോഴാണ് കോൺസെൻട്രേഷൻ 0 ആവുക? എപ്പോഴാണ് കോൺസെൻട്രേഷൻ 0 ആവുക? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഏത്? ഒരു ബക്കറ്റ് സൊല്യൂഷൻ, അതിലൊരു മോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആയിക്കോട്ടെ, നിങ്ങൾ അതിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒഴിച്ചു. ദാറ്റ് ബിക്കം ഡൈല്യൂട്ടഡ്. സ്റ്റിൽ നമ്മുടെ കയ്യിൽ 2 ബക്കറ്റ് ഉണ്ടെങ്കിലും സ്റ്റിൽ ദാറ്റ് കണ്ടെയ്ൻ 1 മോൾ സോഡിയം ക്ലോറൈഡ്. 2 ബക്കറ്റിലാന്ന് മാത്രം, അത്രയും വോള്യത്തിലാന്ന് മാത്രം. നിങ്ങൾ അതൊരു ടാങ്കിലേക്ക് ഒഴിച്ച് കലക്കിയാലും അതിലിപ്പോൾ എന്തുണ്ട്? ഈ 1 മോൾ ഉണ്ട്. 1 മോളാർ എന്നല്ല ഞാൻ പറഞ്ഞു, 1 മോൾ ഉണ്ട്, എണ്ണ ഉണ്ട്. ഒരു ടാങ്ക് വെള്ളത്തിലാന്ന് മാത്രം. നിങ്ങളത് എത്ര ഒരു സമുദ്രത്തിന്റെ അത്രയും ഡൈല്യൂട്ട് ചെയ്താലും അതിൽ 1 മോൾ ഉണ്ടല്ലോ. അതാണല്ലോ അതിന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആ ഇലക്ട്രോലൈറ്റിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ അത് 2 ഡൈല്യൂട്ടഡ് ആയി എന്ന് മാത്രം. പ്രാക്ടിക്കലി അത് 2 ഡൈല്യൂട്ടഡ് ആയി. വി ക്യാൻ നെഗ്ലക്ട് ദ വാല്യൂ ഓഫ് ദാറ്റ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് whenever you consider that much volume of solution practically, but theoretically it is there. അതുണ്ട്, അതിന്റെ കണ്ടക്ടിവിറ്റി അത് എത്ര കുറവായാലും കാണിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതിനൊരു അന്തമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമുക്കത് ചെയ്യാൻ ഈസിയാ. വി ക്യാൻ എക്സ്ട്രാപൊളേറ്റ് ദാറ്റ് ഗ്രാഫ് ഇൻ ഓർഡർ ടു മീറ്റ് ദ y ആക്സിസ്. ആ ഗ്രാഫ് അങ്ങോട്ട് നീട്ടി വെച്ചാൽ മതി. y ആക്സിസിൽ വേറെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാം. 0-ൽ ചെയ്യലെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ ഗ്രാഫുകൾ, നമ്മൾ കുറേ പോയിന്റുകൾ ഇങ്ങനെ കിട്ടും. ആ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ മാത്സിൽ അത് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്ന സ്കെയിൽ വെച്ചിട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കും സിമ്പിളി. എന്തുകൊണ്ട്? കാരണം ഇതാണ്. കാരണം അത് അവിടെ 0-ൽ എന്തായാലും നമുക്കറിയാം, അതിൽ എന്തായാലും കുറച്ച് അയോണുകൾ ഉണ്ട്, അത് കണ്ടക്ടിവിറ്റി തരും എന്തർത്ഥത്തിലായാലും. പക്ഷേ നമുക്ക് തിയററ്റിക്കലി വി ക്യാൻ കാൽക്കുലേറ്റ് ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദ ഗ്രാഫ് ടു മീറ്റ് ദാറ്റ് y ആക്സിസ് ആൻഡ് ദാറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ പോയിന്റിനെ നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അതാണ് λm0. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഈ ഇത്, അപ്പൊ നമ്മളിപ്പോ λm0 എത്തി. മൈനസ് എ എവിടെ നിൽക്കട്ടെ, സ്ക്വയർ റൂട്ട് സി, കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ട്. ഇത് ഈ ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ്. y ഈസിക്കൽ ടു mx പ്ലസ് സി എന്ന് പറഞ്ഞ ഗ്രാഫായി അല്ലെ? y ഈസിക്കൽ ടു mx പ്ലസ് സി കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൽ? y എന്ന് പറഞ്ഞ y ആക്സിസ് λm. x എന്താ? mx പ്ലസ് സി എന്നാ പറഞ്ഞത്. x എന്താ? അത് സ്ക്വയർ റൂട്ട് സി ആണ്. അപ്പൊ m എന്താ? m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാ. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാ. m എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് എ സ്ക്വയർ റൂട്ട് സി ആണ് mx. സി എന്താ? സി എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റാ. y, ഈ ഗ്രാഫ് y-നെ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ സി എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ λm0. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യേണ്ടത്? y ഈക്വൽ ടു mx പ്ലസ് സി. ഇവിടെ m എന്ന് പറയുന്നത് a, c എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് സി. ഇവിടെ a സ്ലോപ്പ് മൈനസ് സ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് a സ്ക്വയർ റൂട്ട് സി പ്ലസ് λm0 എന്ന് എഴുതണം ശരിക്കും ഈ ഗ്രാഫ്. പിന്നെ പറയാനൊരു സുഖത്തിന് λm0 മൈനസ് എ സ്ക്വയർ റൂട്ട് സി എന്ന് പറയുന്നു മാത്രമേ. അപ്പൊ എ സ്ലോപ്പ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡൈല്യൂഷൻ. സാധാരണ അങ്ങനെ സ്ലോപ്പ് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് അത് അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഗ്രാഫ് കണ്ടാൽ ഇറ്റ് ഇസ് വെരി ക്ലിയർ ആൻഡ് യു ക്യാൻ എക്സ്ട്രാപൊളേറ്റ് ഇൻ ഓർഡർ ടു മീറ്റ് ദാറ്റ് graph to meet at that particular y axis and we will get λm0. So λm0 of a strong electrolyte can be easily find out using this graph. ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിംപിളി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? λm0 കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ടാണ്, ആ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ λm0 കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സ്ലോപ്പ് മൈനസ് എ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്ലോപ്പ് മൈനസ് എ ആണ്. And the value of this slope a, the value of the constant a is a constant for a given solvent and at a particular temperature, and that is a constant. Slope is a constant in this case. അങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്ലോപ്പ് കിട്ടാൻ വയ്യല്ലോ. But that depends on the type of the electrolyte. ആ ഇലക്ട്രോലൈറ്റിന് അനുസരിച്ച് ഇരിക്കുന്നു മാത്രം. അത് നമ്മൾ ഗ്രാഫിന് അങ്ങോട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റില്ല. That depends on the type of the electrolyte. Is equal to charge on the ion, cation, anion, etc. produced of the electrolyte. So it depends on the electrolyte എന്ന് പറയാം, type of the electrolyte. അപ്പോൾ a എന്ന് പറയുന്നത് it is the slope
ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഇലക്ട്രോലൈറ്റ്. ഉദാഹരണത്തിന് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ നമുക്ക് ഒരു സോഡിയം അയോണും ഒരു ക്ലോറൈഡ് അയോണും അല്ലേ അയോണൈസ് ചെയ്യുമ്പോൾ തരിക, അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണെന്ന് വെച്ചാൽ ഒരു പൊട്ടാസ്യം അയോണും ഒരു ക്ലോറൈഡ് അയോണും ആണല്ലോ തരിക. അതിന് നമ്മൾ സാധാരണ 1,1 ഇലക്ട്രോലൈറ്റ് എന്നാ പറയുക. 1,1 ഇലക്ട്രോലൈറ്റ്, അതായത് ഒരു സോഡിയം അയോൺ ഒരു ക്ലോറൈഡ് അയോൺ. കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിലോ CaCl2, അപ്പോൾ 1,2 സോറി 2,1 ഇലക്ട്രോലൈറ്റ്. കാരണം കാൽസ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, Ca2+. ക്ലോറൈഡ് ആണ് വെച്ചാൽ 1 ആണ്. ഓക്കെ, മഗ്നീഷ്യം സൾഫേറ്റ് ആണ് വെച്ചാൽ മഗ്നീഷ്യം Mg2+ SO4 2- ആണ്, അപ്പോൾ 2,2 ഇലക്ട്രോലൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? So all electrolytes of a particular type have the same value for A. The sodium chloride, potassium chloride ആയാലും A value slope സെയിം ആയിരിക്കും. കാരണം രണ്ടിനും they are of the same type, particular type. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ച് അല്ലാതെ ബേജാറാവണ്ട. Just think about the limiting molar conductivity based on this equation. Okay, and this equation is a straight line equation. This equation is a straight line equation. That is for strong electrolytes. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് വാരി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഇത് വെച്ചിട്ടൊരു റൂൾ പഠിക്കുന്നുണ്ട്, ഒരു ലോ. ആ ലോയുടെ പേരാണ് ഖോൾ-റാഷസ് ലോ. ഖോൾ-റാഷസ് ലോ അത് മൊത്തമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഖോൾ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഖോൾ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഓക്കെ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സോഡിയം അയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കണ്ടക്ടിവിറ്റിയും ക്ലോറൈഡ് അയോണിന്റെ ഇൻഡിവിജ്വൽ കണ്ടക്ടിവിറ്റിയും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ്. മനസ്സിലായോ? അത് മനസ്സിലായില്ലെങ്കിൽ ഈസി ആയിട്ട് പറയാം. നമ്മളിത് വേറെ വേറെ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനടുത്ത് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സോഡിയത്തിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ദോ ദേ ആർ ഓഫ് ദ പാർട്സ് ഓഫ് ഡിഫറെന്റ് സോൾട്ട്സ്, വ്യത്യസ്ത സോൾട്ടുകളുടെ പാർട്ടുകളാണെങ്കിലും കുഴപ്പമില്ല, വ്യത്യസ്ത ഇലക്ട്രോലൈറ്റ്സിന്റെ പാർട്ടുകളായാലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് ദീസ് വാല്യൂസ് യു ക്യാൻ ആഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. അതാണ് ഈ ലോ പറയുന്നത്. എന്താണ്? The limiting molar conductivity of an electrolyte can be represented as the sum of the individual contributions of the anions and cations of the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലുള്ള ആനിയോണിന്റെയും കാറ്റിയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് കൂട്ടിയാൽ കിട്ടുന്നതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ എന്നാ പിന്നെ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാരണം സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെയും കൂട്ടിയാൽ കിട്ടുന്നതല്ലേ? സിമ്പിൾ ആണ്. അതെ, എത്ര അയോണുകൾ ഉണ്ടോ അത്രയും അയോണുകൾ അങ്ങനെ കൂട്ടിയാൽ കിട്ടും. ഒരു സോഡിയം അയോണേ ഉള്ളൂ എങ്കിൽ ഇവിടെ ഇപ്പൊ ഇക്വേഷൻ കൊടുത്തത് ഇതൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആക്കി നിങ്ങൾ മാറ്റാട്ടോ. ഇതിപ്പോ സോഡിയം ക്ലോറൈഡിന്റെ ഇക്വേഷൻ മാത്രമാണ് കൊടുത്തുള്ളത്. യു ക്യാൻ യൂസ് ദിസ് ആസ് എ ജനറലൈസ്ഡ് ഇക്വേഷൻ. lambda m0 of any electrolyte is equal to lambda 0 some cation plus lambda 0 some anion. അങ്ങനെ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഡിയം അയോണേ ഉള്ളൂ, ഞാൻ സോഡിയം ക്ലോറൈഡിലേക്ക് വരാം മനസ്സിലാക്കാനാണ്. ഒരു സോഡിയം അയോണേ ഉള്ളൂ എങ്കിൽ 1 × λ0 സോഡിയം അയോൺ. 2 സോഡിയം അയോൺ ഉണ്ടെങ്കിലോ, അപ്പൊ 2 സോഡിയം അയോണും കണ്ടക്ടിവിറ്റി തരുമല്ലോ. ഒരു സോഡിയം അയോൺ മാത്രമല്ലല്ലോ, 2 സോഡിയം അയോണും കണ്ടക്ടിവിറ്റി തരുമല്ലോ. അപ്പൊ നമ്മൾ 2 × എന്ന് കൊടുക്കണം. 3 വെച്ചാൽ 3 × λ0 സോഡിയം അയോൺസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. അതേപോലെ ക്ലോറൈഡ് അയോൺ എണ്ണവും കൂടി അതിൽ കാണിക്കണം, സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നമ്മളത് 1 അയോൺ എന്നുള്ള കണക്കിൽ ഒരു സിമ്പിൾ ഇക്വേഷൻ എഴുതിയെന്ന് മാത്രം. ഇത് വെച്ചിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം കേട്ടോ, നമുക്ക് ഉണ്ടാവും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കാറ്റിയോണിന്റെയും ആനിയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് സെപ്പറേറ്റ് ഉണ്ട് എങ്കിൽ അവ കൂട്ടിയാൽ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അത്രേ ഈ ഡെഫിനിഷൻ പറയുന്നുള്ളൂ. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ദി molar conductivities of cations and anions or sum of the ions in the solution. Sum of the ions in the solution. Anion cation ഉണ്ടാവുമല്ലോ, ഒരു ആനിയോൺ മാത്രമായിട്ട് ഇപ്പൊ നമുക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കാൻ കഴിയില്ലല്ലോ. അത്രേ പറഞ്ഞു. അപ്പൊ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഖോൾ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. നമുക്ക് ഈ ഹെഡിങ്ങിൽ തന്നെ ഈ സാധനം ഉണ്ടേ, ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, മൈഗ്രേറ്റ് ചെയ്യാൻ മൂവ് ചെയ്യാൻ തന്നെയാണ് അർത്ഥം.
ഓഫ് അയോൺ. അപ്പോൾ അയോണുകൾ കാറ്റയോൺ ആയാലും വേണ്ടില്ല, അനയോൺ ആയാലും വേണ്ടില്ല, അവയൊക്കെ തരുന്ന ഓരോ കണ്ടക്ടിവിറ്റിയും കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ കണ്ടക്ടിവിറ്റി എന്നാണ് ഈ പറഞ്ഞതിന്റെ മീനിങ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത്. നിങ്ങൾ റിലേ ഓട്ടം കണ്ടിട്ടില്ലേ? റിലേ ഓട്ടം 4x100 റിലേ. അപ്പൊ എന്താ നമ്മൾ സംഭവിക്കുക? ആദ്യം ഒരാൾ ഓടും, അയാൾ ബാറ്റിന് അടുത്ത ആൾക്ക് കൊടുക്കും, അയാൾ ബാറ്റിന് അടുത്ത ആൾക്ക് കൊടുക്കും, അയാൾ ബാറ്റിന് അടുത്ത ആൾക്ക് കൊടുക്കും, അയാളാണ് ഫിനിഷ് ചെയ്യുക. അപ്പൊ ജയിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ കൊണ്ടുപിടിച്ച് മാത്രം ഓടി ബാക്കിയുള്ളവർ നടന്നു പോയാൽ ജയിക്കില്ലല്ലോ അല്ലേ? അപ്പൊ മൊത്തം കൂട്ടിയിട്ടല്ലേ ജയം പറയുക. അപ്പൊ മൊത്തം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഓരോരുത്തരുടെയും കണ്ടക്ടിവിറ്റിയാണ്. അവരുടെയൊക്കെ കണ്ടക്ടിവിറ്റി കൂട്ടിയാൽ കിട്ടുന്നതാണ്. കഴിഞ്ഞു. അത്രയും വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? സോ limiting molar conductivity of an electrolyte is the sum of the molar conductivities of various ions present in the solution. കഴിഞ്ഞു. ഇതാണ് കോളറൈസസ് ലോ. ഇനി അത് മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഇത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഇക്വേഷൻ ഒക്കെ സ്വന്തമായിട്ട് ഇപ്പോൾ ടെക്സ്റ്റിലുള്ള ഇക്വേഷനെ ലാംഡ എം 0 is equal to ന്യൂ പ്ലസ് ലാംഡ ന്യൂ 0 പ്ലസ് ന്യൂ മൈനസ് ലാംഡ 0 ന്യൂ മൈനസ്, ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേഷൻ വരും. ഒന്നുമില്ല. ലാംഡ എം 0 ഓഫ് ദാറ്റ് ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അയോൺസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് cations, the molar conductivities of the positively charged cations plus total number of moles of the negatively charged molar conductivities of the anions. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇക്വേഷൻ ഭയങ്കര പരിപാടിയായിട്ട് തോന്നും. അത് വേണ്ട. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതായിരിക്കണം എന്ന് മാത്രം കേട്ടോ. ഈ ടേംസ് ഒക്കെ അതിൽ ഉണ്ടാക്കണം എന്ന് മാത്രം. ഇതാണ് കോളറൈസസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അടുത്തത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞു. ആ ഇക്വേഷൻ ഇക്വേഷൻ അത് പിന്നെ ഗ്രാഫ് വരച്ചു, എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തു, ലാംഡ 0 കിട്ടി. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അയോണുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. റെഡി. ഇനി നമ്മൾ വീക്കിലേക്ക് തോന്നി നോക്കൂ. ഈ ഗ്രാഫിൽ വീക്ക് ഉണ്ടല്ലോ ഇല്ലേ? ഞാനൊരു ഗ്രാഫ് കൂടി വരച്ചു വെച്ചിരുന്നു. അതിപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ്. അതാ വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് രണ്ടും ഒരേ ഗ്രാഫ് ആട്ടോ, മാറ്റൊന്നുമില്ല. നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ആ ബ്ലൂ ഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. ഇത് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് രൂപത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബിക്കോസ് വി ആർ ഡൈലൂട്ടിംഗ് ദ സൊല്യൂഷൻ. ആസ് ഡൈലൂഷൻ ഇൻക്രീസസ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഡൈലൂഷൻ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡിക്രീസസ്, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0, വാട്ട് വിൽ ഹാപ്പൻ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെയാണ് ഏറ്റവും വലിയ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ. എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഭയങ്കരമായിട്ടാണ് ഈ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. വളരെ അത് ഒരിക്കലും ദിസ് നെവർ മീറ്റ് ദി 0 വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ. You cannot find out the limiting molar conductivity. When concentration approaches 0, the molar conductivity is known as limiting molar conductivity and it is represented by lambda m 0 എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് അതാണ് പ്രശ്നം. ഇവിടെ അസിറ്റിക് ആസിഡ് ആണ്, ലൈക്ക് അസിറ്റിക് ആസിഡ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ലോവർ വാല്യൂ ഓഫ് ഡിസോസിയേഷൻ ആണ് ഉള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് അസിറ്റിക് ആസിഡ്, നിങ്ങളുടെ വീട്ടിൽ സുർക്കൊക്കെ കൊണ്ടുവരലുണ്ടാവുമല്ലോ ഇല്ലേ? അസിറ്റിക് ആസിഡ്, സുർക്ക ഇല്ലേ? നമ്മൾ കറിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡിലൊക്കെ ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുമല്ലോ സുർക്ക. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവാണെന്നുള്ളതാണ്. അറൌണ്ട് 7% or like that. വളരെ കുറവ്. അതായത് നിങ്ങൾ അസിറ്റിക് ആസിഡ് വെള്ളത്തിൽ ഒഴിച്ചാൽ ഇത് ശരിക്കും ഇപ്പൊ പറഞ്ഞാൽ CH3COH CH3CO -+H+ എന്ന് കിട്ടണം കണക്കോളം അയണൈസ് ചെയ്തിട്ട്. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ട് അതിൽ മെജോറിറ്റിയും ഈ അൺഅയോണൈസ്ഡ് അസിറ്റിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ അയണൈസ് ചെയ്യാത്ത അസിറ്റിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. വളരെ കുറച്ച് മാത്രമേ അസിറ്റേറ്റ് അയോണും ഹൈഡ്രജൻ അയോണും ആനിയോണും കാറ്റിയോണും ആയിട്ട് മാറുള്ളൂ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് വെരി ലോ അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഉയർന്ന കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് 0.4 എന്നുള്ളത് വളരെ കുറഞ്ഞ ലാംഡ വാല്യൂ ഉള്ളൂ. അതിന്റെ അർത്ഥം വളരെ കുറഞ്ഞ അയോണുകളേ ഉള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഡൈല്യൂട്ട് ചെയ്യുന്നതോറും അതിനൊരു അരീനിയസിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ട്. ഡൈല്യൂട്ട് ചെയ്യുന്നതോറും അയണൈസേഷൻ കൂടി വരും. കൂടുതൽ അസിറ്റിക് ആസിഡ് അയണൈസ് ചെയ്യും. അപ്പോഴും 100% അയണൈസ് ചെയ്യില്ല, അതാ പ്രശ്നം. എന്നാൽ പൊട്ടാസ്യം ക്ലോറൈഡ് അങ്ങനെയല്ല, അത് സ്ട്രോങ് ആണ്, അത് അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ അതല്ല, അയണൈസേഷൻ അങ്ങനെ കൂടി വരിക ചെയ്യുക. ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അയണൈസേഷൻ കൂടി വരും. അയണൈസേഷൻ കൂടി വരുമ്പോൾ കൂടുതൽ അയോണുകൾ കറണ്ട് ക്യാരി ചെയ്യാനുണ്ടാവും. കൂടുതൽ അയോണുകൾ കറണ്ട് ക്യാരി ചെയ്യാനുണ്ടാവുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. അതാണ് നമ്മൾ ഈ സ്റ്റീപ്പ് ഇൻക്രീസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ആ കർവ് അങ്ങോട്ട് പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം അതാണ്. ആസ് ഡൈലൂഷൻ ഇൻക്രീസസ്, മോർ അസിറ്റിക് ആസിഡ് get dissociated. That means more number of ions are there in the solution to carry electricity. So its conductivity sharply increases. അവിടെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. So that never meet the concentration 0. കാരണം അത് വീണ്ടും അങ്ങനെ കൂടുതൽ എന്താവുകയാണ് ചെയ്യുക? എന്താ ചെയ്യുക? ഡിസോസിയേറ്റ് ചെയ്യുക.
അല്ലേ? ഒരിക്കലും അത് 0-ൽ എത്തുന്ന ഒരു കൺസെപ്റ്റേ വരുന്നില്ല. നിങ്ങൾക്ക് എക്സ്ട്രാപുലേറ്റ് ചെയ്യാനും പറ്റില്ല. എക്സ്ട്രാപുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആവണ്ടേ. പരമാവധി പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സ്ട്രാപുലേഷൻ നടത്തുക. ഇവിടെ എവിടെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാപുലേഷൻ നടത്തുക? ബിക്കോസ് ദിസ് ഈസ് എ കർവ്, നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. നമ്മുടെ ഇക്വേഷൻ തന്നെ അതല്ലേ? നമ്മുടെ ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ലാംഡ എം ഈസിക്കൽ ടു എന്താ? ലാംഡ എം 0 മൈനസ് എ സ്ക്വയർ റൂട്ട് സി. ഇനി ചിലർ ബി എന്നൊക്കെ എഴുതുട്ടോ, അത് നോക്കണ്ട, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഇത് ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് ലാംഡ എം 0 കണ്ടുപിടിക്കുക? അതാണ് പ്രശ്നം. ഇവിടുത്തെ കേസിൽ ലാംഡ എം 0, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ലാംഡ എം 0 അങ്ങനെ കണ്ടുപിടിക്കും. അതിന് വേറെ വഴിയൊന്നുമില്ല. അതിനുള്ള വഴി എന്ന് പറയുന്നത് കോൾറേഷ്യസ് ലോ ആണ്. നിങ്ങൾ അതിലുള്ള അയോണുകളുടെ ഇപ്പോൾ അസിറ്റിക് ആസിഡ് അല്ലേ എടുത്തത്? അസിറ്റേറ്റ് അയോൺ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വരുന്ന കേസിൽ അസിറ്റേറ്റ് അയോണിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. CH3CO മൈനസ് എന്ന് പറയുന്ന അയോൺ ഉണ്ടല്ലോ, അത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വരുന്ന കേസാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ് വരച്ച് എക്സ്ട്രാപുലേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അസിറ്റേറ്റ് അയോണിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി H+ അയോൺ വരുന്നത്, H+ അയോൺ എവിടെയെങ്കിലും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടോ നോക്കുക, അവിടെ അത് കണ്ടുപിടിക്കുക. ഓ HCl അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ, അപ്പൊ അതിൽ H+ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആ അസിറ്റേറ്റ് അയോണിന്റെ മൊളാർ കണ്ടക്ടിവിറ്റിയും ഈ H+ അയോണിന്റെ മൊളാർ കണ്ടക്ടിവിറ്റിയും കൂടി കൂട്ടുക, അപ്പൊ നമുക്ക് അസിറ്റേറ്റ് അയോണിന്റെ ലിഫ്റ്റ് മൊളാർ കണ്ടക്ടിവിറ്റി കിട്ടി. അതാണ് കോൾറേഷ്യസ് ലോ. സോ ലാംഡ എം 0 ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് കോൾറേഷ്യസ് ലോ. അപ്പൊ കോൾറേഷ്യസ് ലോ കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്, മറ്റേത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണെന്ന് വെച്ചാൽ വി ക്യാൻ എക്സ്ട്രാപുലേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പക്ഷേ അത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ. ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് we can determine the limiting molar conductivity of a weak electrolyte using this law. law Kohlrash's law of independent migration of ions. ഫുൾ പേര് ഇങ്ങോട്ട് പറയണേ. ചിലർ പറയില്ലേ, നമ്മളൊരു പേര് പറയുമ്പോൾ എന്താ പേര് ചോദിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ചെറിയ മാനു എന്നൊക്കെ പറയും. വലിയ പേരെന്ന് പറയുമ്പോൾ ഉണ്ടാവും വീട്ടുപേരടക്കം വലിയൊരു പേരുണ്ടാവില്ലേ. ആക്ച്വലി ദാറ്റ് ഈസ് എ നെയിം. സോ യു ഹാവ് ടു നെയിം ദിസ് ആസ് Kohlrash's law of independent migration of ions as such. ഓർക്കേണ്ട. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേറെ 1-2 സംഭവങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പൊ ലാംഡ എമ്മും കിട്ടി, ലാംഡ എം 0 കിട്ടിയെങ്കിൽ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ലാംഡ എം 0 എന്ന് പറഞ്ഞാൽ 0 കോൺസെൻട്രേഷനിലുള്ളത് ലിമിറ്റിംഗ് മോളാർ ആണ്. ലാംഡ എം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ കോൺസെൻട്രേഷനിലുള്ളത്, അറ്റ് എനി കോൺസെൻട്രേഷൻ ലാംഡ എം, അറ്റ് 0 കോൺസെൻട്രേഷൻ ലാംഡ എം 0. ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം 0 എന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും ഒക്കെ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയെ 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അതായത് ആ ഇലക്ട്രോലൈറ്റ് എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ആൽഫ. സോ ആൽഫ ഈസിക്കൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. ആൽഫ ഈസിക്കൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. അത് പഠിക്കാം ആൽഫ. അല്ല, ഇനി ആൽഫയാണ് തന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വേറെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടെത്താനും കഴിയും കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാം. ഇനി അതല്ല, ആൽഫ കിട്ടിയാൽ നമുക്ക് അതിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്താം, KA കണ്ടെത്താം. KA അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദാറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഫാസിഡ് ആയതുകൊണ്ട് KA, ബേസ് ആണെന്ന് KB എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ദാറ്റ് ഈസ് C alpha square by 1 minus alpha. C alpha square, C കോൺസെൻട്രേഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മുകളിൽ കൊടുത്തത് 1 minus alpha. ആൽഫ എന്താ? ആ ആൽഫ എന്നുള്ളത് ലാംഡ എം ബൈ ലാംഡ എം 0 എന്ന് എഴുതിയാൽ മതി. അപ്പൊ അത് എഴുതിയിട്ട് ഇക്വേഷൻ വലുതാക്കണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ 2 ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. 3 ഇക്വേഷൻ. ആ 3 ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ലാംഡ എം ഈസിക്കൽ ടു ലാംഡ എം 0 മൈനസ് A സ്ക്വയർ റൂട്ട് C, ആൽഫ ഈസിക്കൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0, K ഈസിക്കൽ ടു C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ വീക്കിന്റെയും സ്ട്രോങ്ങിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെ ഈ വേരിയേഷൻ ഇൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് വലിയൊരു ചോദ്യമാണ്, 4 മാർക്ക് ക്വസ്റ്റിനാണ്. എന്നാൽ ഇത് മൊത്തമായിട്ട് ആവില്ല ചോദിക്കുക. മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു, പിന്നെ മറ്റേ ഇതെങ്ങനെ കണ്ടക്ടിവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു, മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ്ങിൽ എങ്ങനെ വാരി ചെയ്യുന്നു, വീക്കിൽ എങ്ങനെ വാരി ചെയ്യുന്നു, നമുക്ക് 3-4 പാർട്ടായിട്ട് തന്നെ ചോദിക്കാം. ദെൻ ദി ആപ്ലിക്കേഷൻസ് ഓഫ് കോൾറേഷ്യസ് ലോന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. ലാംഡ എം 0 കണ്ടുപിടിക്കാനാണ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ലാംഡ എം 0 ഓഫ് എനി ഇലക്ട്രോലൈറ്റ് ഫ്രം ദി ഇൻഡിവിജ്വൽ മോളാർ കണ്ടക്ടിവിറ്റീസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളാർ കണ്ടക്ടിവിറ്റീസ് കിട്ടിയാൽ നമുക്ക് അതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. അസിറ്റിക് ആസിഡിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അസിറ്റിക് ആസിഡിന് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എക്സ്ട്രാപോളേറ്റ് ദാറ്റ് ഗ്രാഫ് ടു ഗെറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇൻ ദാറ്റ് കേസ് വി ആർ യൂസിംഗ് ദിസ് പർട്ടിക്കുലർ ലോ to determine the molar conductivity, empty molar conductivity. For weak electrolyte acetic acid, it is possible to determine the value of its dissociation constant as also. Alpha കണ്ടുപിടിക്കാം. ഇപ്പോൾ ലാംഡ എമ്മും ലാംഡ എം 0 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ we can determine the dissociation constant. Right. From that we can calculate Ka also.
കെ എ ആൾസോ, അതാണ് പറയാനുള്ള കാരണം. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടിട്ട് അതിന് നമുക്ക് കെ എ വാല്യൂ കണ്ടുപിടിക്കാം. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ആൻഡ് ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് പോളറൈസേഴ്സ് ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയും പിന്നെ 2-3 മേജർ എക്സ്പ്ലനേഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ.